എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ബിരിയാണിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ബീഫ് ചെറിയ കഷ്ണങ്ങളല്ല, ഒരുവിധം തന്നെ ഈ പരുവത്തിനുള്ള പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2.5 കിലോ ബീഫാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായ പൊടികൾ: കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പുപൊടി, കുരുമുളകും പെരുംജീരകവും ചതച്ചതും, മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് RKG കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുക്കറിനകത്ത് നമുക്ക് ഒരു 4 വിസിൽ വരുന്നത് വരെ കുക്കറിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് തിരുമ്മി യോജിപ്പതിന് ശേഷം നമുക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ബീഫ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 5 വിസിൽ അടിക്കുന്നത് വരെ ഇത് വേവിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും വെള്ളമായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം മൊത്തം നമുക്ക് ഇതിനകത്തുനിന്ന് ഊറ്റി മാറ്റണം. എന്നിട്ട് വേണം ഈ ബീഫ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനായിട്ട്. വേവിച്ചെടുത്ത ബീഫ്, തക്കാളി, പുതിനയില, കരിവേപ്പില, മല്ലിച്ചപ്പ്, കാശ്മീരി മുളക് ചില്ലി, ഗരം മസാല, മല്ലിപ്പൊടി, മീറ്റ് മസാല, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, സവോള, പച്ചമുളക്, നമുക്കിതെല്ലാം മിക്സ് ചേർത്ത് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ബീഫ് വാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ചെറിയതായിട്ട് നമ്മൾ കഷ്ണമായിട്ടാണ് എടുത്തതും, ഇഞ്ചി ചെറുതായി എരിഞ്ഞതും, പച്ചമുളക് നെടുകെ പിളർന്നതും, കുറച്ച് ചെറിയുള്ളിയും ഒരു 4-5 സവോളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു കുറച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ആദ്യം നമുക്കിങ്ങനെ വഴറ്റി ചേർക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുതായി എരിഞ്ഞ തക്കാളി കഷ്ണങ്ങളും കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്താൽ മതി. അപ്പം ബീഫിൻ്റെ വെള്ളമെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ബീഫിൻ്റെ വെള്ളം വേണ്ട, ബീഫ് വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അത് നമ്മൾ ഇതിൻ്റെ ചോറ് തയ്യാറാക്കുമ്പം അതിൻ്റെ ചാറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബാക്കി നെയ്ച്ചോറിനുള്ള വെള്ളം നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആ വെള്ളം ഇതിൻ്റെ ചോറ് തയ്യാറാക്കാനായിട്ട് തയ്യാറെടുക്കണം. അപ്പോൾ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്കിതൊന്ന് വഴന്നു വരുന്നവിടെ വെയിറ്റ് ചെയ്യാം. മസാല റെഡിയാകുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിന് ചോറും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ബീഫിൽ നിന്ന് മാറ്റി വെച്ച വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കട്ടിയുള്ള ചട്ടിയിൽ ചോറിന് ആവശ്യമായ നെയ്യും എണ്ണയും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കണം. ബിരിയാണിയുടെ ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയും പിന്നെ RKG കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏലക്കായും ഗ്രാമ്പൂവും കറുവാപ്പട്ടയും കറുവയുടെ ഇലയും ജാതിപത്രിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫിൽ നിന്ന് ഊറ്റിയെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1.5 കിലോ അരിക്ക് ഇവിടെ ചേർത്തിരിക്കുന്നത് 2.5 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. ബീഫ് വെന്ത് ഊറ്റിയ വെള്ളം 1 ലിറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 1.5 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇത് നന്നായി തിളപ്പിക്കണം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. പൊടി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാനിപ്പോൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി, മീറ്റ് മസാല ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായി യോജിപ്പിച്ചിട്ട്
ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ യോജിപ്പിച്ചാൽ മതി. ഇതിലേക്ക് നമ്മളിനി വെന്ത് വെച്ച ബീഫും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ വെള്ളം മാറ്റിയതിന് ശേഷമുള്ള ബീഫാണ് ചേർക്കുന്നത്. ഇതും കൂടെ നമുക്കിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറിയ തീയിലിരുന്ന് ഇങ്ങനെ വെന്ത് വരണം. കുറച്ച് നേരം കൂടെ ചെറിയ തീ മതി. തീ ഇനി കുറയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കണം. ബീഫ് ബിരിയാണിക്കുള്ള ബീഫിൻ്റെ മസാലയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിരച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്നും കൂടെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് തട്ടിപ്പൊത്തി വെക്കാം. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പം ബീഫ് ബിരിയാണി പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാം. ചോറിനുള്ള വെള്ളവും ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തീയിനി കുറച്ച് ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കുറച്ച് ഡാൽഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. നല്ല മസാലയോട് കൂടിയ ബീഫിൻ്റെ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെള്ളം കളയാനായിട്ട് അരി വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോ അരിയാണ് ഞാൻ ചേർക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പകുതി വേവായിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് നമുക്ക് കുറച്ച് വെക്കാം. ഇതിനകത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ച് കുറച്ച് ഡാൽഡയും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിനി ഇത് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാൻ. ആവിയിൽ ഗ്യാസിൽ വെക്കുന്നത് കൊണ്ട് ചെറിയ തീയിൽ വെക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്നും കൂടെ നന്നായി നമുക്ക് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ കൂടെ വറുത്ത് കോരി ഇതിനകത്തേക്ക് ചേർക്കാം. കണ്ടോ, നല്ല ചോറ് വിറവറാന്ന് നല്ല വൃത്തിക്കായിട്ടുണ്ട്. ഒരു ചോറ് പോലും ഇട്ട് കൊടുക്കുന്നത് കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വറുക്കാൻ ഉപയോഗിച്ച നെയ്യും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഈ ചോറിലേക്ക്. എന്നിട്ട് ഇതൊന്നും കൂടെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ.